ട്യൂബർക്ലോസിന്റെ ഐസോനിയാസൈഡ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ് റിഫാംപൈസിൻ. റിഫാംപൈസിൻ എന്ന് പറഞ്ഞാൽ ഐസോനിയാസൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൈമറി ഡ്രഗിൽപ്പെട്ട, അതായത് അത് ബാക്ടീരിയനെ കില്ല് ചെയ്യും. ബാക്ടീരിയോസൈഡ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതാണ്. ബാക്ടീരിയനെ കില്ല് ചെയ്യും. പക്ഷേ റിഫാംപൈസിൻ ഒരിക്കലും ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നില്ല. കാരണം ഇത് ബാക്ടീരിയോസ്റ്റാസിസ് ആണ്. അതായത് ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷനെ തടയും. അതാണ് ഇത് ചെയ്യുന്നത്, ബാക്ടീരിയോസ്റ്റാസിസ്. പിന്നെ ഇത് റിഫാംപൈസിൻ എന്ന് പറയുന്നത് ഐസോനിയാസൈഡിന്റെ കൂടത്തിൽ കൊടുക്കുന്ന സപ്പോർട്ടീവ് മെഡിസിൻ. അതായത് ബാക്ടീരിയനെ കൊല്ലുന്നതല്ല, മൾട്ടിപ്ലിക്കേഷനാണ് തടയുന്നത്. അതുകൊണ്ട് കൂടുതൽ പവർ കിട്ടാനായിട്ട് ഐസോനിയാസൈഡിന്റെ കൂടത്തിൽ കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇത് കൊടുക്കരുത്. ഒന്ന്, ഇത് അലർജിക് ആണെങ്കിൽ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. അതായത് ഈ മെഡിസിനോട് പേഷ്യന്റിന്റെ ബോഡി ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനുള്ള പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ശ്രദ്ധയോടെ കൂടെ കൊടുക്കണം. എപ്പോഴൊക്കെയാ ഹെപ്പറ്റൈറ്റിസ്, കാരണം ഇത് ഹെപ്പാറ്റിക് ടോക്സിക് ആണ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിവറിന്റെ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം. കാരണം എപ്പോൾ വേണേലും പ്രശ്നം ഉണ്ടാകാം. അപ്പൊ അത് വാച്ച് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ആൽക്കഹോളിക്സ് ഉള്ള പേഷ്യന്റിന്, ആൽക്കഹോളിക് ആയ പേഷ്യന്റിന് സ്വാഭാവികമായിട്ട് ലിവറിന്റെ ടോക്സിസിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കുമ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം എപ്പോൾ വേണേലും ഇതിന് റിയാക്ഷൻ ഉണ്ടാകാം. പിന്നെ ഹെപ്പാറ്റിക് ടോക്സിക് മെഡിസിൻ, അതായത് റിഫാംപൈസിൻ എടുക്കുന്ന കൊടുത്ത് നമ്മൾ പാരസെറ്റാമോൾ പോലുള്ള ഹെപ്പാറ്റിക് ടോക്സിക് ആയ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പനിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പാരസെറ്റാമോൾ എടുക്കുന്നത്. പക്ഷെ അത് പേഷ്യന്റിന്റെ കണ്ടീഷനെ തന്നെ വേഴ്സ് ആയിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ടോക്സിക് മെഡിസിനുകളാണ് ഒരുമിച്ച് ചെല്ലുന്നത്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്, കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രത്യേകത ഉണ്ടാവും. കാരണം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇതൊരു എക്സ്പെക്ടഡ് സൈൻ ആണ്. കാരണം ചിലപ്പം ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ ഉണ്ടായി ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബോഡി ഫ്ലൂയിഡുകളെല്ലാം റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറാകാം. കാരണം സ്വെറ്റിങ്, ടിയർ, യൂറിന്, കണ്ണിൽ നിന്ന് വരുന്ന ടീയേഴ്സ്, ഇതെല്ലാം റെഡോ അല്ലെ ഓറഞ്ച് കളറോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ വരുന്ന അതിന്റെ എക്സ്പെക്ടഡ് സൈൻ ആണ്. കാരണം അങ്ങനെ സംഭവിക്കാവുന്നതാണ്. പിന്നെ വിഷ്വൽ ചേഞ്ച്, കാഴ്ചശക്തിക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതിന് GI അപ്സെറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ വയറിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പിന്നെ യൂറിക് ആസിഡിന്റെ ലെവല് സ്വാഭാവികമായിട്ട് ഈ സാധനം ഒരുപാട് കൂട്ടാറുണ്ട്. പിന്നെ ബ്ലഡ് ഡിസ്കസിയാസ് എന്ന് പറയും. അതായത് ബ്ലഡിന്റെ ഒരുപാട് വേരിയേഷൻ ഉണ്ടാക്കാൻ കാരണം ബോൺ മാരോ സപ്രസന്റ് ആണ് ഈ മെഡിസിൻ. അതായത് ബോൺ മാരോനെ സപ്രസ് ചെയ്ത് ബോൺ മാരോയുടെ പ്രൊഡക്ഷനിൽ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടി കുറയ്ക്കും. അപ്പൊ അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബോൺ മാരോ സപ്രഷൻ ഉള്ളതുകൊണ്ട് ബ്ലഡിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ബ്ലഡ് വേരിയേഷനുകൾ CBCയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ്. അതായത് ശ്രദ്ധിക്കേണ്ട, ഇത് empty സ്റ്റൊമക്കിലാണ് കൊടുക്കേണ്ടത്. അതായത് പേഷ്യന്റിന്റെ empty സ്റ്റൊമക്കിൽ കൊടുക്കേണ്ട മെഡിസിനാണ്. അതായത് ഫുഡ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷമോ കഴിക്കുന്നത് കൊടുക്കണം. പിന്നെ CBC, LFT, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യണം. CBCയിലൂടെ ഇതിന്റെ ഒരു പ്രശ്നമാണല്ലോ ബ്ലഡ് ഡിസ്കസിയാസിസ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡിൽ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബോൺ മാരോ സപ്രസന്റ്. അപ്പൊ CBCയിലൂടെ നോക്കിയാൽ നമ്മൾ അറിയാം ലിവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാനായിട്ട് നേരത്തെ കണ്ടുപിടിക്കാനാണ് LFT ചെക്ക് ചെയ്യുന്നത്. പിന്നെ യൂറിക് ആസിഡിന്റെ ലെവൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു എക്സ്പെക്ടഡ് സൈൻ ആണ്, കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അറിയാനായിട്ടാണ് യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്നത്. യൂറിനിലും ടിയറിലൊക്കെ കളറിൽ വ്യത്യാസം ഉണ്ടോ എന്നും നമ്മൾ പരിശോധിക്കും. കാരണം അത് അതിന്റെ ഒരു ടോക്സിക് ലെവലിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഇത് പേഷ്യന്റിന് ഉണ്ടാകുന്ന സാധ്യതയുള്ള സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ ജസ്റ്റ് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് നമ്മുടെ കോണ്ടാക്ട് ലെൻസ്, കണ്ണിന്റെ അകത്ത് വെക്കുന്ന കോണ്ടാക്ട് ലെൻസ് വെക്കുന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് അതിന്റെ ഡിസ്കളറേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതുകൊണ്ട് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഈ മെഡിസിൻ എടുക്കുമ്പോൾ നല്ലത്. ഇതൊക്കെയാണ് റിഫാംപൈസിൻ എന്ന മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏതൊക്കെ സമയത്ത് കൊടുക്കരുത് എന്ന് പറയുന്നതുമായ കാര്യങ്ങൾ.